ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് ഹെയർ ബോസും ഹെയർ ക്ലിപ്പുകളുമൊക്കെയാണ്. ഓരോന്നിൻ്റെ റേറ്റും പേരുമൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇത് വന്നിട്ട് ഗ്ലിറ്റർ പേപ്പർ ഒരെണ്ണത്തിന് 10 രൂപയാണ് വില വരുന്നത്. ഇത് ഹെയർ ക്ലിപ്പ് ഒരെണ്ണത്തിന് 8 രൂപയാണ് വില വരുന്നത്. ഇത് ഫ്ലവർ ബീഡ്സ് ആണ്. ഇത് ഒരെണ്ണത്തിന് 3 രൂപ വെച്ചിട്ട് 9 എണ്ണം ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് ലേസാണ്. ഇത് ഒരെണ്ണത്തിന് 50 രൂപയാണ് വില വരുന്നത്. ഇത് 2 കളർ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇത് ഒരെണ്ണത്തിൽ തന്നെ നമുക്കൊരു 3-4 ബോയ്സൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഇത് നമ്മൾ കമ്പി ബോയ് ഉണ്ടാക്കുവാണെങ്കിൽ മസ്റ്റായിട്ടും വേണ്ടുന്ന ബീഡ്സാണ്. ഇത് ബീഡ്സ് ഫ്ലവർ. ഇത് വന്നിട്ട് ഒരെണ്ണത്തിന് 2 രൂപയാണ് വില വരുന്നത്. ഇത് പലതരം പ്ലാസ്റ്റിക് ബീഡ്സുകളാണ്. ഇതിനൊക്കെ വളരെ വിലക്കുറവാണ്. 2 രൂപ 3 രൂപയ്ക്കാണ് ഇതിന് വില വരുന്നത്. ഇത് പേളിൻ്റെ ചെറിയ മുത്തുകളാണ്. ഇതിനും വളരെ വിലക്കുറവാണ്. ഇത് ബട്ടർഫ്ലൈ. ഇത് ഒരെണ്ണത്തിന് 12 രൂപ വെച്ചിട്ടാണ് മേടിച്ചത്. ഈ ക്ലിപ്പ് ചെറിയ ക്ലിപ്പിന് 3 രൂപയും വലുതിന് 4 രൂപയും വെച്ചിട്ടാണ്. ഇത് ഫ്ലവറിൻ്റെ ബീഡ്സാണ്. പലതരം കളർ വരുന്നത്. 2 രൂപയാണ് റേറ്റ്. ഇത് പിന്നെ മസ്റ്റായിട്ടും വേണ്ടുന്നത് ഗ്ലൂ ആണ്. ഇതിന് 70 രൂപയാണ് വില വരുന്നത്. ഇത് കമ്പിയുടെ ക്ലിപ്പ് ഒരെണ്ണത്തിന് 3 രൂപ വെച്ചിട്ടാണ് വില വരുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ലേസ് ഉപയോഗിച്ചിട്ടുള്ളൊരു ബോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം കമ്പിയേക്കാൾ 1 ഇഞ്ച് അളവ് കുറച്ച് ലേസ് കട്ട് ചെയ്ത് മുറിച്ചു മാറ്റണം. മുറിച്ചു മാറ്റിയ ലേസ് രണ്ടായിട്ട് മടക്കി വീണ്ടും ഒരേ അളവിൽ കട്ട് ചെയ്ത് മാറ്റണം. ഇത് നമ്മൾ നമ്മുടേതായ ഐഡിയയിൽ ചെയ്തെടുക്കുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പല മോഡലിലും ഇത് ചെയ്തെടുക്കാൻ പറ്റും. കോളേജിൽ പഠിക്കുന്ന പിള്ളേർക്കും വീട്ടമ്മമാർക്കും ഒക്കെ ഇതൊരു സൈഡ് ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ 1 ഇഞ്ച് അളവ് കുറച്ച് ലേസ് എടുത്തത് നമുക്കൊരു മോഡലായിട്ട് ബീഡ്സ് വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് മസ്റ്റായിട്ട് വേണ്ടുന്ന ബീഡ്സാണ്. ഇത് നമ്മൾ ബോയുടെ 2 എൻഡിലായിട്ടും ഫിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ ഈ ഒരു ബോയ്ക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നത് 15 രൂപയ്ക്ക് അകത്താണ്. പക്ഷേ ഈ ഒരു ബോ കടയിൽ നിന്ന് നമ്മൾ മേടിക്കണമെങ്കിൽ 50 രൂപ, 60 രൂപ, 70 രൂപയ്ക്കാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബോയാണ്. ഇതാ ക്ലിപ്പിൽ ഹെയർ ബീഡ്സ് നമ്മൾ ജസ്റ്റ് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നത് ഫാൻസി ഐറ്റംസ് ഹോൾസെയിലായിട്ട് കൊടുക്കുന്ന കടയിൽ നിന്നാണ് മേടിക്കേണ്ടത്. സാധാ കടയിൽ പോയിട്ട് ഈ റേറ്റിന് കിട്ടില്ല. ഈ ഒരു ബോ ഉണ്ടാക്കാൻ 1 മിനിറ്റ് പോലും ടൈം നമുക്ക് വേണ്ടി വന്നില്ല. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് കുഞ്ഞു മക്കളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടി വളരെ. ഇനി അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ക്ലിപ്പാണ്. ഇതും വളരെ സിമ്പിളാണ്. ഒരു ബട്ടർഫ്ലൈയുടെ ക്ലിപ്പാണ്. ഇതൊരു ക്ലിപ്പിനകത്ത് നമ്മൾ ബട്ടർഫ്ലൈ പശ തേച്ച് ഒട്ടിച്ച് വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് മറ്റൊരു രീതിയിലൊരു ബോയ് ഉണ്ടാക്കാം. ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിൽ ഫ്ലവർ ഒട്ടിച്ചാണ് ഈ ബോയ് ഉണ്ടാക്കുന്നത്. ഈ ഒരു ഷീറ്റ് നമുക്ക് പല അളവിൽ മേടിക്കാൻ കിട്ടും, ചെറുതും വലുതുമായിട്ട്. ഞാനിതിവിടെ ചെറിയ ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ ക്വാളിറ്റി അനുസരിച്ചിട്ട് ഇതിൻ്റെ റേറ്റിലും വ്യത്യാസം വരാം. ഒരു ഷീറ്റിൽ നമ്മൾ പശ ഒട്ടിച്ച് ഫ്ലവർ ഒട്ടിച്ച ശേഷം മറ്റൊരു ഷീറ്റിൽ പശ തേച്ച് ഈ ഹെയർ ബാൻഡ് അതിൻ്റെ മിഡിലിൽ വരുന്ന രീതിയിൽ ഒട്ടിച്ചു കൊടുക്കണം. എന്നിട്ട് നമ്മൾ എക്സസ് ആയിട്ടുള്ള ഷീറ്റ് കട്ട് ചെയ്ത് കളയണം. അതിനുശേഷം നമുക്ക് ആ ഫ്ലവേഴ്സിൻ്റെ മുകളിൽ കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട് ബീഡ്സ് ഒട്ടിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തന്നെ നമ്മൾ മറ്റൊരു ബോ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ബോ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി ഗ്ലിറ്റർ പേപ്പർ 4 വശം ഒരേ അളവിൽ വരുന്ന രീതിയിൽ ചതുരത്തിൽ മുറിച്ചെടുക്കണം. എന്നിട്ട് അതൊന്ന് ക്രോസായിട്ട് നല്ല രീതിയിൽ 4 വശം ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം ആ മടക്ക് വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ഫുള്ളായിട്ട് കട്ടായി പോകലും. ഇത് ഗ്ലിറ്റർ ഷീറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു മോഡലാണ് ഞാൻ പറയുന്നത്. ഇത് തന്നെ ഉപയോഗിച്ച് നമുക്ക് പല പല മോഡലിൽ പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിനുശേഷം പശ ഉപയോഗിച്ച് ഓപ്പോസിറ്റ് 2 വശങ്ങൾ മടക്കി കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള 2 വശങ്ങളിൽ ഒരു വശം നേരെ വരുന്ന രീതിയിലും കട്ട് ചെയ്യുക, മറ്റു വശം ഓപ്പോസിറ്റ് വരുന്ന രീതിയിലും കട്ട് ചെയ്യണം. ഞാനിത് പറയുമ്പോൾ മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാകുമായിരിക്കും. ഇത് ഇന്നെങ്ങാനും റെഡിയാവുമെന്ന് നോക്കി മിലു അവിടെ കട്ട വെയിറ്റിങ്ങിലാണ്. അപ്പോൾ അതിനുശേഷം നേരെയുള്ള വശത്തിന് ഓപ്പോസിറ്റ് ക്രോസായിട്ട് മുറിച്ച് വെട്ടി മാറ്റണം. അതിനുശേഷം മുറിച്ചു മാറ്റിയ ഭാഗത്തേക്ക് നേരെയുള്ള വശം ചുറ്റി ഒട്ടിച്ചു കൊടുക്കണം. പിന്നീട് നമ്മൾ ഇതൊരു ക്ലിപ്പിലേക്ക് പശ തേച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടുന്നത്. ഈ ഒരു മോഡലായതുകൊണ്ട് തന്നെ ഒരു ലോങ് ക്ലിപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്.
എന്നിട്ട് നമുക്കിതിൽ സ്റ്റോണോ ബീഡ്സോ എന്താ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 3 ബീഡ്സാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ ഹെയർ ക്ലിപ്പുകൾ തയ്യാറാക്കിയിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.